ഏതൊരു ഇബാദത്തും ശരീഅത്ത് അംഗീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത് ഇഖ്ലാസാണ്. ചെയ്യുന്ന കാര്യം അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഒരു സൃഷ്ടിയെയും ബോധിപ്പിക്കാനാവാൻ പാടില്ല, അല്ലെങ്കിൽ ആരുടെ അരികിൽ നിന്നും എന്തെങ്കിലും കിട്ടാനാവാൻ പാടില്ല. മറിച്ച് ഏത് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന എന്താണ്? അത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. നമുക്ക് തോന്നുന്നതനുസരിച്ച്, നമ്മുടെ ചിന്തകൾ അനുസരിച്ച് ഇബാദത്തുകൾ ഉണ്ടാക്കാൻ ശരീഅത്ത് നമുക്ക് അനുവാദം നൽകുന്നില്ല. അതിനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മസ്ജിദിനരികിലൂടെ നടന്നു പോവുകയായിരുന്നു. ചില ആൾക്കാർ മസ്ജിദിൽ കൂട്ടമായിരുന്നിട്ടുണ്ട്. ഒരാൾ പറയുന്നു, നിങ്ങൾ 100 തവണ സുബ്ഹാനല്ലാഹ് പറയുക, 100 തവണ അൽഹംദുലില്ലാഹ് പറയുക, 100 തവണ അല്ലാഹു അക്ബർ പറയുക. ഒരാൾ പറയുന്നു, ബാക്കിയുള്ള ആൾക്കാർ ഏറ്റു പറയുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദിക്ർ ഹൽഖ പോലെ. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം നേരെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ സ്വഹാബത്തിന്റെ കാലത്ത്, പ്രവാചകന്റെ കാലത്ത് കാണാത്ത പുതിയൊരു കാര്യം കണ്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് സംഭവം? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ചില ആൾക്കാർ മസ്ജിദിൽ കൂട്ടമായിരുന്ന് ദിക്ർ ഹൽഖ നടത്തുന്നു, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് വന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, മാ അറദ്നാ ഇല്ലാ ഖൈറാ. ഇബ്നു മസ്ഊദേ, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഖൈറാണ്. നമ്മളിവിടെ മോശമായ സംസാരമല്ല സംസാരിക്കുന്നത്, ദുനിയാവിന്റെ കാര്യങ്ങളല്ല പറയുന്നത്. മറിച്ച് നമ്മളിവിടെ സുബ്ഹാനല്ലാഹ് പറയുകയാണ്, അൽഹംദുലില്ലാഹ് പറയുകയാണ്, അല്ലാഹു അക്ബർ പറയുകയാണ്. സത്യസന്ധമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്രസയിൽ പഠിച്ച സഹാബി അവരോട് പറഞ്ഞു, ഉദ്ദു സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളാണ് എണ്ണേണ്ടത്. നിങ്ങൾ നന്മകളല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണ്. എന്തുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ആക്ഷേപിച്ചത്? ദിക്റുകൾ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, പക്ഷേ കൂട്ടമായിരുന്നു ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു ഇബാദത്തും ചെയ്യണമെങ്കിൽ അവിടെ രണ്ട് അടിസ്ഥാനം ഉണ്ടാവണം. ഒന്ന് അല്ലാഹുവിന് വേണ്ടി മാത്രം. രണ്ടാമത്തെ അടിസ്ഥാനം പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ പുതിയ ഒരു കാര്യം ഉണ്ടാക്കാൻ നമുക്ക് ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറയുന്നു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ ഹസന, ആരെങ്കിലും ദീനിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കിയാൽ യറാഹാ ഹസന, അയാൾ പറയുന്നു ഇത് നല്ല കാര്യമല്ലേ. അങ്ങനെ പറയുകയാണെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള പുതിയ ആചാരങ്ങൾ ചെയ്യുമ്പോൾ, പുതിയ ആശയങ്ങൾ ചെയ്യുമ്പോൾ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ഉസ്താദുമാർക്ക് എന്നെ വിവരമില്ലേ? ഇന്ന കിതാബിൽ ഈ കാര്യമുണ്ടല്ലോ. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഏത് ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഖുർആനിലോ സുന്നത്തിലോ സലഫുകളുടെ മാർഗ്ഗത്തിലോ അത് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതല്ലാതെ ഏതെങ്കിലും ഒരു കിതാബിലുണ്ടെന്ന് പറയുന്നത് ശരീഅത്തിന് തെളിവല്ല. ഇന്നൊരു വ്യക്തി ഒരു കിതാബിൽ ഒരു കാര്യം എഴുതി വെച്ചു, 100 വർഷത്തിന് ശേഷം വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു 100 വർഷം മുമ്പ് എഴുതപ്പെട്ട കിതാബിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ പ്രമാണമല്ല. ദീനിന്റെ പ്രമാണം ഖുർആനാണ്, അതിന്റെ പ്രമാണം ഹദീസാണ്, മുൻഗാമികളുടെ മാർഗ്ഗമാണ്. അവരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, ഈ ഉസ്താദുമാർ പഠിച്ചവരല്ലേ, ലക്ഷക്കണക്കിന് ഹദീസുകൾ കണ്ടവരല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷിയാ സമുദായത്തിനും ഉസ്താദുമാരുണ്ട്, എല്ലാവിധ മോശപ്പെട്ട ആൾക്കാർക്കും ഉസ്താദുമാരുണ്ട്, ഖബറിനെ ആരാധിക്കുന്നവർക്കും ഉസ്താദുമാരുണ്ട്. ഉസ്താദ് ഉണ്ടാവുക എന്നുള്ളതല്ല തെളിവ്, മറിച്ച് ആ ഉസ്താദ് ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത്, അതാണ് തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ പൂർണ്ണമായി അനുസരിക്കാനോ അല്ലെങ്കിൽ പ്രവാചകനെ അല്ലാതെ പൂർണ്ണമായി പിൻപറ്റാനോ മറ്റൊരാളെയും പൂർണ്ണമായി പിൻപറ്റാനും അനുസരിക്കാനും ശരീഅത്ത് നമുക്ക് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് ഈ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുക. ആരെങ്കിലും നമ്മോട് ഒരു കാര്യം പറഞ്ഞാൽ അവരോട് ചോദിക്കുക, ദീനിയായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അവരോട് ചോദിക്കുക, എന്താണ് ഇതിന്റെ തെളിവ്? ഖുർആനിൽ നിന്ന് തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കണം നിർബന്ധമായും, ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കണം നിർബന്ധമായും. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന കിതാബിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ശരീഅത്തിന്റെ തെളിവ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ വിഷയത്തിൽ എപ്പോഴും നമ്മൾ സൂക്ഷ്മത കാണിക്കണം. ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ ദീനിനെ നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല, മറിച്ച് വ്യക്തമായി പഠിച്ചുകൊണ്ടായിരിക്കണം ആരാധനകൾ ചെയ്യുന്നത്. അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.